അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി സ്റ്റീഫൻ. ഞാൻ പുത്തഞ്ചിറ, തൃശ്ശൂർ ജില്ലയിൽ പുത്തഞ്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ എയ്ബൽ സ്റ്റീഫൻ. 2023 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മേനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യം നാട്ടിൽ പലയിടത്തും ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെ കൃപാസനത്തെക്കുറിച്ച്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി എടുക്കാൻ മടിച്ചിരുന്നു. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ട് ഞാനത് എടുക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ 2023 എൻ്റെ മകൻ്റെ SSLC പരീക്ഷയുടെ സമയത്ത്, ആ സമയത്ത് കോവിഡൊക്കെ കഴിഞ്ഞ സമയം, എല്ലാവരും കുട്ടികളൊക്കെ മൊബൈലിന് ഏകദേശം അഡിക്ഷനായിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ മകനും അതുപോലെ തന്നെ ഒരുപാട് മൊബൈൽ ഉപയോഗിക്കലും മൊബൈൽ അഡിക്ഷനും മൂലം പഠനത്തിൽ വളരെ ഉഴപ്പായിരുന്നു. അവൻ ഒരു അത്യാവശ്യം നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ ഈ മൊബൈൽ അഡിക്ഷൻ മൂലം പഠനത്തിൽ ശരിക്കും ഉഴപ്പിയ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ SSLC പരീക്ഷയിൽ ഇവൻ തോറ്റുപോകുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ആ ഭയം മൂലമാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുക്കാനായിട്ട് നിർബന്ധിതയായത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഞാൻ അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. കൂടെ അവന് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പനി വരുന്ന ഒരു കണ്ടീഷനുണ്ട്, അലർജിക്കായിട്ടുള്ള ഒരു പനി. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇവന് പരീക്ഷയിൽ നന്നായി പഠിക്കാനും അതിൽ നിന്ന് ഉയർന്ന മാർക്ക് കിട്ടുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ പരീക്ഷാ ദിവസങ്ങളായി. അവസാനത്തെ പരീക്ഷ ദിവസം മലയാളം 2nd പേപ്പറിൻ്റെ അന്ന് ശക്തമായ പനിയായിട്ട് അവന് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ ഓരോ പരീക്ഷയുടെ കഴിഞ്ഞ് ലാസ്റ്റ് പരീക്ഷയുടെ ദിവസമായി അന്ന് ഇവൻ ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു, വല്ലാണ്ട് പനിയായിരുന്നു. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവസാനം നിർബന്ധിച്ച്, മോനെ എങ്ങനെയെങ്കിലും പോയി ഒന്ന് പരീക്ഷ എഴുത്, എങ്ങനെയെങ്കിലും ആവട്ടെ, ജയിക്കുമെങ്കിലും ചെയ്യുമല്ലോ, കഷ്ടിയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അവനെ നിർബന്ധിച്ച് വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ അവൻ പോയി പരീക്ഷ ഹാളിലെത്തി. അവിടെ വെച്ച് ഛർദ്ദിച്ച് പരീക്ഷ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവനോട് ചോദിച്ചു, മോനെ എന്തെങ്കിലും നിനക്ക് എഴുതാൻ പറ്റിയോ, ജയിക്കാനുള്ളതെങ്കിലും നീ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊന്നും തന്നെ എഴുതിയിട്ടില്ല അമ്മേ, എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ഞാൻ അപ്പോഴും നിരാശപ്പെട്ടില്ല. പരിശുദ്ധ അമ്മയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായി ചെയ്തിരുന്നു. ഇവനെ പരീക്ഷയ്ക്ക് വിടുമ്പോഴൊക്കെ ഞാൻ എന്നും ഉടമ്പടി തൈലം പുരട്ടി ഉപ്പ് വായലിട്ട് കൊടുത്ത് ഉടമ്പടി കാശുരൂപം കൊടുത്തിട്ടാണ് ഞാൻ വിട്ടിരുന്നത്. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അപ്പോൾ അവന് ഏറ്റവും ടഫായിട്ടുള്ളത് ഫിസിക്സും മാത്സും ഇത്തിരി ടഫാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞത്, ഫിസിക്സും മാത്സിനും എങ്കിലും ബാക്കി സബ്ജക്ട്സിന് A+ കിട്ടുന്ന രീതിയിലുള്ളൊരു വിജയം അവന് നൽകണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ ഫിസിക്സിനും മാത്സിനും എയും മറ്റു സബ്ജക്ട്സിന് A+ഉമായിട്ടുള്ള ഒരു വിജയം അവന് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് ഞാൻ നേഴ്സിംഗ് ഫീൽഡിലാണ്, സീനിയർ നേഴ്സിംഗ് ഓഫീസർ ആയിരുന്നു. ആദ്യം സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്ത സമയത്ത് 2015 മുമ്പായിട്ട് ഞങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ മൂലം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നേഴ്സിംഗ് ട്യൂട്ടർ ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടായിരുന്നില്ല. ഞങ്ങളത് ഏകദേശം ഇനി ഒന്നും സംഭവിക്കാൻ പോണില്ല, എന്തായാലും കിട്ടില്ല എന്ന് തന്നെ എഴുതി തള്ളിയ ഒരു വിഷയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി ഇതിലിവിടെ പല പ്രാവശ്യം വന്ന് പുതുക്കിയിരുന്നു, ഇടയ്ക്ക് മുടങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം 2022 ആയ സമയത്ത് ഒരിക്കൽ വീണ്ടും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ ഇറങ്ങാണ് വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കൊടുക്കുന്ന സമയം അത് എങ്ങനെയാണെന്ന് അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന
വേറെ MSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ജൂനിയറായിട്ടുള്ളവർ. അവരിലൂടെയാണ് ഞാനത് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച മറ്റുള്ളവരെ ഈ മുമ്പ് കൊടുത്തിരുന്ന അവരോടൊക്കെ പറഞ്ഞ് എല്ലാവരും വീണ്ടും അപേക്ഷ കൊടുക്കുകയുണ്ടായി. അങ്ങനെ കൊടുത്തിട്ട് അപ്പോഴും കൊടുക്കുമ്പോഴും ഇതിൽ എന്തെങ്കിലും ഒരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വർഷങ്ങളേറെ കഴിഞ്ഞിരുന്നു. അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി വരികയാണ്, സീനിയോറിറ്റി ലിസ്റ്റ് വെച്ച് അതിൻ്റെ ഓർഡർ ഇറങ്ങി, സീനിയോറിറ്റി ലിസ്റ്റ് ഓർഡർ ഇറങ്ങി. അത് കഴിഞ്ഞ് കൊടുത്തു. അതിൻ്റെ പുറകെ ഞങ്ങളുടെ ഒരുപാട് ജൂനിയറായിട്ടുള്ള പലരും കേസ് കൊടുത്തു. അങ്ങനെ വീണ്ടും അത് പെൻഡിങ് ആയി, അത് നീങ്ങാത്ത ഒരവസ്ഥയായി. ഞങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ആ കാര്യം ഉപേക്ഷിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇത് എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട, എനിക്കിനി കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം, അമ്മയ്ക്ക് അറിയാമല്ലോ, അർഹതയുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ 2024 അതിൻ്റെ ഇടയിൽ കുറേ കേസുകൾ വന്നു, ഒരുപാട് കേസുകൾ വന്നു. ഞങ്ങൾ കൊടുത്ത കേസല്ല, പക്ഷെ ഞങ്ങൾ റെസ്പോണ്ടൻ്റായിട്ട് പോകേണ്ടി വന്നു. ഹൈക്കോർട്ടിൽ കേസ്, അതിനൊക്കെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കൊടുത്തെങ്കിലും അവിടെ അഡ്വക്കേറ്റ് കേസ് എടുക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങളിതൊന്നും കഴുതി തള്ളി, ഇനി കിട്ടാനൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് 2024 ഡിസംബർ 5-ാം തീയതി ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഓർഡർ വരികയാണ്. അങ്ങനെ 2024 ഡിസംബർ 25 ഓർഡർ വന്നെങ്കിലും ആ സമയത്ത് അന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഹോസ്പിറ്റലിൽ കായകൽപ്പിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ വന്നിരിക്കുകയാണ്, അതിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരും 6-ാം തീയതി പോയി ജോയിൻ ചെയ്തു. എനിക്കന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഡിസംബർ 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ അവിടെ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത ദിവസം തന്നെ സ്വന്തം ജില്ലയായ തൃശ്ശൂർ ജില്ലയിലേക്ക് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ വെച്ചു. എന്നിരുന്നാലും എന്തെങ്കിലും കിട്ടുമല്ലോ, അപ്ലിക്കേഷൻ വെക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 10 മാസം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ജൂലൈ 19-ാം തീയതി 2025 ജൂലൈ 19-ാം തീയതി ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ എനിക്ക് കാലിലൊരു ബുള്ളറ്റ് വന്ന് തട്ടി, പാദത്തിൽ 2 ബോൺ ഫ്രാക്ചറായി. അങ്ങനെ ഞാൻ ബെഡിൽ കിടക്കുന്ന സമയത്ത്, പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടക്കുന്ന സമയത്ത്, ഉടമ്പടി ധ്യാനം കിടന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസത്തിലെ ഒരു ചൊവ്വാഴ്ച ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഇവിടെ പറയാണ്, ഇന്നേക്ക് 48 ദിവസത്തിനുള്ളിൽ, 43 ആണോ 48 ആണോ എന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു ചൊവ്വാഴ്ച ധ്യാനത്തിൽ പറയുകയാണ്, ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തവരുടെ കാര്യത്തിൽ ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഞാനത് കേട്ട ഉടനെ, ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി ഏറ്റവും ആഗ്രഹിച്ചിരുന്ന സമയമാണ്. കാരണം ഈ പാലക്കാട് ജില്ലയിൽ രാവിലെ തന്നെ പോവുക, 8 മണിക്ക് അവിടെ എത്തണം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം സ്വന്തം ജില്ലയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ആഗ്രഹിച്ചിരുന്ന സമയമാണ്. ഈ ഉടമ്പടിയിൽ എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അങ്ങനെ അച്ഛനിത് പറഞ്ഞ വഴിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ അത് എനിക്കുള്ളതായിരിക്കും, ഈ സന്ദേശം എനിക്കുള്ളതാണല്ലോ. ഞാൻ പിന്നെ ഇതിനു വേണ്ടി കാത്തിരിക്കാൻ, ദിവസങ്ങളെണ്ണി കാത്തിരിക്കാൻ തുടങ്ങി. ഈ അച്ഛൻ പറഞ്ഞ ദിവസം തീരുന്നത് സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അപ്പം ഞാൻ 26, 27, 28 ഇങ്ങനെ ഓരോ ദിവസം എത്തുമ്പോഴും ഇനി ഒരു ദിവസം കൂടിയുള്ളൂ, ഇനി 2 ദിവസം കൂടിയുള്ളൂ, ഓർഡറൊന്നും വരുന്നില്ലല്ലോ, ഒന്നും വരുന്നില്ലല്ലോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. അവസാനം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ട ദിവസം കൂടിയായി. അപ്പോൾ എനിക്ക് പ്രതീക്ഷയില്ലാണ്ടായി, ഇനിയിപ്പോഴൊന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെ സെപ്റ്റംബർ 29-ാം തീയതി ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ വരികയാണ്. അങ്ങനെ ആ മാതാവ് ജോസഫ് അച്ഛനിലൂടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു അത്ഭുതമായിട്ട് തന്നെ ഞാനതിനെ കണക്കാക്കുകയാണ്. ഇതുകൂടാതെ ഞാൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലായിരിക്കുമ്പോൾ അവിടെ ബൈക്ക് ആക്സിഡൻറ്റ് മൂലം, അവിടെ ജോലി ചെയ്ത സമയത്ത് ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരു പയ്യൻ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ്, അവൻ ബൈക്ക് ആക്സിഡൻ്റായിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായി, അബോധാവസ്ഥയിലാണ്, റൈൽസ് ട്യൂബ് ഫീഡിങ്, പിന്നെ ട്രക്കിയോസ്റ്റമി, ആകെ ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടേഴ്സ് അവരത്യാവശ്യം ഒരു മാതിരി ചികിത്സകളൊക്കെ കഴിഞ്ഞ് പാലിയേറ്റീവ് കെയർ മാത്രം ഇനി സാധിക്കുള്ളൂ, ഇനി വേറൊരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ പാലിയേറ്റീവ് കെയറിന് വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ പേവാർഡിൽ അഡ്മിറ്റാക്കുകയാണ്. MLAയുടെ അവിടെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് MLAയുടെ പ്രത്യേക റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് അവിടെ അഡ്മിറ്റാക്കിയത്. അങ്ങനെ ഞാൻ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ഇവനെ കാണുകയാണ്.
അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ദയനീയമായൊരവസ്ഥയിലാണ്. 20 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ. പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി തൈലെടുത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് അവന് വേണ്ടി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. വേറൊരു നൈറ്റ് ഡ്യൂട്ടി ടേൺ വന്നപ്പോൾ ഒരു ദിവസം ഇവൻ അൺകോൺഷ്യസ് ആണ്. ഫുഡ് കൊടുക്കണതിൻ്റെ ഇടയിൽ കൈ തട്ടിയിട്ട് ഇട്ടിരുന്ന റൈൽസ് ട്യൂബ് ഊരിപ്പോയി. അപ്പോൾ കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ജൂനിയർ ഡോക്ടേഴ്സ് ട്രൈ ചെയ്തു. കാരണം ട്രക്കിയോസ്റ്റമി ട്യൂബുണ്ട്, കത്തീറ്ററുണ്ട്, എല്ലാ ഇതും കൂടിയിട്ടാണ്. ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല, അൺകോൺഷ്യസ് ആണ്. ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ ജീവൻ്റെ ലക്ഷണമായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ 3 ജൂനിയർ ഡോക്ടേഴ്സ് കാഷ്വാലിറ്റിയിൽ അവർ 3 പേരും ഡേ ടൈമിൽ ട്രൈ ചെയ്തു ഈ ട്യൂബൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ട്യൂബൊന്ന് ഇട്ടാലാണ് എന്തെങ്കിലും ഫീഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വരികയാണ്. അപ്പോൾ അവിടുത്തെ അനസ്തെറ്റിസ്റ്റ് എന്നോട് വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് ട്രൈ ചെയ്യാമോ, അല്ലെങ്കിൽ അനസ്തെറ്റിസ്റ്റ് വന്ന് ഇനി ഇടണം, ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, സാറ് വന്ന് ഇടേണ്ടതാണ്. അങ്ങനെ സാറ് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, സിസ്റ്റർ ഒന്ന് ട്രൈ. അപ്പം എന്നെ നേരത്തെ അറിയാവുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സാറപ്പോൾ അവിടെ സൂപ്രണ്ടിൻ്റെ ചാർജും കൂടി ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ സാറിന് ദൂരേന്ന് വരേണ്ട, വൈകുന്നേരം വരാൻ മടിയായിട്ടോ സാറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. സാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, സിസ്റ്ററെ ഒന്ന് ട്രൈ ചെയ്യൂ, ഒന്ന് ഇട്ട് നോക്ക്, സിസ്റ്റർക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻ്റാണ്, എനിക്ക് പറ്റില്ല, സാർ തന്നെ വരണം, അല്ലാണ്ട് ശരിയാവില്ല. സാറ് വീണ്ടും പറ്റും സിസ്റ്റർ, പറ്റും, ഇങ്ങനെ ചെയ്താൽ മതി, ഇനി എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ വന്നോളാം, ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സാറ് നിർബന്ധിച്ചു. അവസാനം എനിക്ക് എന്ത് ചെയ്യാം, സാറിനോട് ഒന്നും പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ അവസാനം അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു സിസ്റ്റർമാർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ വേണ്ട, അത് ഡേഞ്ചറാണ്, റിസ്ക്കാണ്, സിസ്റ്റർ ചെയ്യാൻ നിൽക്കണ്ട, സാറ് വന്ന് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും വേണ്ടില്ല, ചെയ്യാം, സാർ ഇത്രയും പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ റൂമിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നു. അവൻ്റെ അമ്മോട് പറഞ്ഞു, എനിക്കറിയില്ല, പറ്റുമോയെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു. അത് അവന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ശരിക്കും ഇടാൻ സാധിച്ചു. 2-3 ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഒന്നും ചെയ്യാനില്ല, പാലിയേറ്റീവ് കെയർ മാത്രം എന്നും പറഞ്ഞ് അഡ്മിറ്റാക്കിയ പയ്യൻ വളരെ സുബോധത്തോടു കൂടി അവൻ്റെ ബ്ലഡ് ടെസ്റ്റും എല്ലാം നോർമലായി. അവൻ വളരെ സുഖമായിട്ട് ഡിസ്ചാർജായി നടന്നു പോയി വീട്ടിലേക്ക്. അങ്ങനെ അവരിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ ഇടയ്ക്ക് പോയിട്ട് അവർക്ക് ഒരു ദിവസത്തേക്കുള്ള ആഹാരത്തിനുള്ള പണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു കുട്ടിക്ക് വിവാഹ ആവശ്യത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വീട് പണിയാനായിട്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ നേഴ്സിംഗ് സ്കൂളിലാണ്. അവിടെ ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സർവീസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ സാലറിയുടെ ഒരു വിഹിതം അവിടെ കൊടുക്കാറുണ്ട് അതിനായിട്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ദിവസവും പരമാവധി ദിവസങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ മുടങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ദിവസവും വചനവായന. ചിലപ്പോൾ വചനവായന സമയത്ത് എനിക്ക് ക്ഷീണവും ഉറക്കമൊക്കെ വരുന്ന സമയമാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം കൂടുതൽ സമയം ബൈബിൾ വായന എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ നിബന്ധന ഉള്ളതുകൊണ്ട് കൃത്യം ഇത്ര അരമണിക്കൂർ മിനിമം വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഏതെങ്കിലും ദിവസം കുറഞ്ഞു പോയാൽ പിറ്റേ ദിവസം അത് കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദികൾ പറഞ്ഞ് ഞങ്ങളെ സാക്ഷി നിർത്തുന്നു. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ വരുന്നത്, എൻ്റെ പേര് ജൂലി റെജി, ഇത് എൻ്റെ മോള് റിഗ. ഞങ്ങൾ വരുന്നത് മഞ്ഞുമ്മൽ നിന്നാണ്. എൻ്റെ ഇടവക ഏലൂർ സെൻറ്റ് ആൻസാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 24 ആയിരുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്
കൃപാസന പത്രം കിട്ടുകയും അത് വായിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും തീരുമാനിച്ചായിരുന്നില്ല. പക്ഷെ അതിലെ ഓരോ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോഴും ഉടമ്പടി എടുക്കണമെന്ന ഒരു തീരുമാനം വരികയും എൻ്റെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ വളരെ ആഗ്രഹമായിരുന്നു. അവൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ അത്രയ്ക്കുള്ള സാമ്പത്തികം നമ്മൾക്കില്ലെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ആ വിഷയം വിട്ടിരുന്നു. മോൾക്ക് BCom ചേർന്ന് BCom കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് അത് തന്നെയാണ് ആഗ്രഹം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഫസ്റ്റ് നിയോഗം അതാണ് വെച്ചത്. അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ മോൾക്ക് സെപ്റ്റംബർ 12 2024 മോൾക്ക് UK പോകാൻ സാധിക്കുകയും അവിടെ MS ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന കോഴ്സ് പൂർത്തിയാക്കാനും സാധിച്ചു. ഇനി മോൾ സാക്ഷ്യം പറഞ്ഞ് അവളുടെ അനുഭവങ്ങൾ പറയും. ആദ്യമായി തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിഗ. എനിക്ക് ഫസ്റ്റ് ഭയങ്കര ആഗ്രഹമായിരുന്നു UK പോയി പഠിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ പോവണ്ട, ഇപ്പോഴായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ടൈം, വെയിറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ നിന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. പക്ഷേ അമ്മയോടൊപ്പം ഇരുന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോടൊപ്പം പോയി ഇരിക്കും. അമ്മ പ്രാർത്ഥിക്കണ കാണുമ്പോൾ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി മുട്ടുകുത്തിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് എനിക്കൊരു ഏജൻസി ആയിട്ടൊരു കോണ്ടാക്റ്റ് കിട്ടുകയും അവർ പറഞ്ഞു ഓക്കെ UK ലേക്കല്ലേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെച്ചു. ആപ്ലിക്കേഷൻസൊക്കെ വെച്ചു. ഒരു തടസ്സവും കൂടാണ്ട് IELTS പോലും വേണ്ടാണ്ട് എനിക്ക് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനായി. അപ്പോൾ MS ഇൻ്റർനാഷണൽ ബിസിനസ്സിനാണ് ഞാൻ പഠിച്ചത്. കോഴ്സും എക്സാംസും എല്ലാം അടിപൊളിയായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഒരു തടസ്സവും കൂടാണ്ട് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. UK ചെന്നപ്പോൾ തന്നെ എനിക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വർക്ക് റെഡിയായി. നമുക്കറിയാം അങ്ങനെ ഈസി അല്ല ഇങ്ങനെയുള്ളൊരു വർക്ക് പെട്ടെന്ന് കിട്ടുക എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്ന് 1 മാസത്തിൽ തന്നെ 1 മാസം വേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു പാർട്ട് ടൈം വർക്ക് റെഡിയായി. പാർട്ട് ടൈം വർക്കിൽ കയറി ഒരു വഴിയായിട്ടാണ് ശരിക്കും മാതാവ് തന്നെ വേണം എന്നില്ല, മാതാവ് തന്നെ ഓരോ ആളുകൾ വഴിയായിരിക്കും നമുക്ക് ഓരോ വഴി തെളിയുന്നത്. പറഞ്ഞു ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, പോയി നോക്കി ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എൻ്റെ പോക്കറ്റിൽ എവിടെ പോയാലും കാശ് രൂപം ഉണ്ടാവും, ഉടമ്പടി ഉപ്പും ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് ഞാനത് ആ കയറുന്നതിന് കോറിഡോറിൽ തന്നെ ഇട്ട് പ്രാർത്ഥിച്ച് കയറി. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊരു മാഡം ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ഇൻ്റർവ്യൂ കൊടുത്തു. ഞങ്ങൾ അപ്പം തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു October 1 മുതൽ തന്നെ വർക്കിന് കയറിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വർക്ക് കിട്ടി. വർക്ക് കിട്ടിക്കഴിഞ്ഞ് ആ സമയത്തൊന്നും നമുക്ക് ടെൻഷനില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ തീരാറായപ്പോൾ നമുക്ക് ടെൻഷനാണ്, ഇനിയൊരു വിസ വേണം നിൽക്കാൻ. എങ്കിൽ കൂടി എനിക്ക് പേടിയില്ലായിരുന്നു. ഞാൻ പോയി ചോദിച്ചിട്ടുമില്ല എനിക്ക് വിസ വേണം എന്നുള്ളത്. ഞാൻ അവിടെ ആരോടും പോയി ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഓക്കെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്കൊരു വഴി തെളിയിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടൈമിൽ ഇങ്ങനെ കോറിഡോറിൽ കൂടി നടന്നപ്പോൾ എൻ്റെ മാനേജർ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഓഫീസിൽ വരാമോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ തിരിച്ച് ഇന്ത്യയിലോട്ട് വിടാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് നിന്നെ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ശരിക്കും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവാണ് അത് ആ പുള്ളിക്കാരനെ കൊണ്ട് അത് ചോദിപ്പിച്ചത്. എന്നിട്ട് എൻ്റെ അടുത്ത് പുള്ളിക്കാരി പ്രൊസീജിയേഴ്സ് എല്ലാം ചോദിച്ചറിഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് വേണ്ട ഡോക്യുമെൻറ്റ്സ് മാത്രം ഞാൻ കൊടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ വിസ പ്രോസസ്സിങ് മൊത്തം പുള്ളിക്കാരി എന്നെ ചെയ്ത് തന്നത്. അങ്ങനെ ചെയ്തു. October 6 ഒരു 2:30 ടൈം ആയപ്പോൾ എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. എനിക്കിപ്പോൾ അവിടെ 5 വർഷം എനിക്കവിടെ വർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് എൻ്റെ ഫ്രണ്ടിനും. ഞങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോൾ അവിടെ വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു, വെക്കേഷൻ ഞാൻ ലീവിന് എഴുതി കൊടുത്തു. ഇവിടെ വന്നു, ഫസ്റ്റ് തന്നെ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ ആദ്യ ദിവസം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് പോവാം, എന്തായാലും ഒരു ദിവസം പോവാമെന്ന് പറഞ്ഞു. അമ്മ ഇപ്പോൾ വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നു. എനിക്കിവിടെ സാക്ഷ്യം പറയാൻ പറ്റി. ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവ് ഈശോയും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഒരിക്കലും ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്കിത് കിട്ടിയത്, ഒരിക്കലും അല്ല. ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാനിപ്പോൾ കുറച്ച് വിശ്വസിക്കുന്നു മാതാവാണ് അത് തന്നേന്നുള്ളത്. 1000 നന്ദി മാതാവിനും തിരുക്കുമാരനും. ഇപ്പോൾ പാർട്ട് ടൈം മാറി ഞാനിപ്പോൾ ഫുൾ ടൈം ജോബാണ് ചെയ്യുന്നത് വിസയോട് കൂടി. ഒരിക്കൽ കൂടി അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കും, ക്യാഷായിട്ടും കൊടുക്കും. പിന്നെ ഞാൻ പോണ ഓഫീസിൻ്റെ അടുത്ത് ഒരു അംഗവൈകല്യമുള്ള ഒരു
ആളുണ്ട്. അയാൾക്ക് ഡെയിലി ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അതിലൊരു വീതം അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ക്യാഷായിട്ടാണെങ്കിലും കൊടുക്കും. ഫുഡ് കൊണ്ടുപോകാത്ത ദിവസം ഞാൻ ക്യാഷായിട്ട് കൊടുക്കും. പിന്നെ ഒരു ഫാമിലി ഉണ്ട്, അതിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അവർക്ക് സാധനങ്ങളായിട്ടും ഒക്കെ മേടിച്ചു കൊടുക്കും. വസ്ത്രങ്ങളായിട്ടും ഞാൻ എല്ലാവർക്കും തന്നെ കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനം പത്രം മേടിച്ച് ഞാൻ എല്ലാ വീടുകളിലും കൊടുക്കും. പിന്നെ ഉടമ്പടി ഉപ്പും തൈലവും നീലത്തിരിയും ഇവിടെ നിന്ന് മേടിച്ച് എല്ലാവരും തന്നെ ചോദിക്കും, അവർക്കെല്ലാവരും കൊടുക്കും. ഉടമ്പടി ഉപ്പ് വഴി ഒരു ചേട്ടൻ്റെ കാലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ്റെ കാല് മുറിച്ച് കളയണമെന്നാണ് പറഞ്ഞു വെച്ചാൽ. എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ്, ഹിന്ദു ആണ്. ആ ചേട്ടൻ കെട്ടുപോലും അഴിക്കാൻ പറ്റൂല, അതേപോലെ കാല് പഴുത്തിരിക്കണേ. ആ ചേട്ടൻ ആ കെട്ടിൻ്റെ പുറത്ത് ആ ഉപ്പിട്ട് ഇപ്പോൾ ഉണങ്ങി ആ ചേട്ടൻ നടന്നു തുടങ്ങി. പിന്നെ ഒരു ഹൈന്ദവ കുടുംബമാണ് മോളുടെ കൂട്ടുകാരി. അവർക്ക് വീട് വേണമെന്നും പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇപ്പോൾ ഒരു മോനായി അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. UK തന്നെ അവർക്കൊരു വീട് മേടിക്കാൻ സാധിച്ചു. ഇതെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ആത്മീയ ജീവിതം ഡെയിലി കുർബാനയ്ക്ക് പോകും, കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ല, ബൈബിൾ വായിക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ കാണുകയും 5:25 ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഡെയിലി ബ്രെഡ് കൂടുന്നത്. കുർബാന ഡെയിലി പോകും, ബൈബിൾ ഡെയിലി വായിക്കും. അരമണിക്കൂർ, ചില ദിവസം അരമണിക്കൂർ കിട്ടിയില്ലെങ്കിലും മൊബൈലിലുണ്ട്. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് മൊബൈലിൽ അത് വായിക്കും, ബൈബിൾ വായിക്കും. ഇതെല്ലാം തന്ന് അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ അർഹതയുമില്ലാത്തതാണ് മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 5-ാം വചനമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ വശങ്ങളിലും ഉള്ളവനാണ്, മുൻപിലും പിൻപിലും നമ്മുടെ കാവലായിട്ട്. ഉടമ്പടി ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ഉടമ്പടി മക്കൾ ദൈവസാന്നിധ്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ആ ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഉടമ്പടി പാലിക്കുന്നവരെ ദൈവം ആത്മീയമായി സംരക്ഷിക്കുന്നതും. കൃപാസന മരിയൻ ഉടമ്പടി ദൈവത്തിൻ്റെ കരുണയിൽ നമ്മെ ഓരോരുത്തരെയും മുഴുവനായി സമർപ്പിക്കുമ്പോൾ ഒരു ജീവിതമാണ്, ഒരു പുതിയ ആത്മീയ ജീവിതമാണ്, ഒരു പുതിയ ആത്മീയ ജീവിതത്തിലേക്കാണ് നമുക്ക് വഴി തുറന്നു തരുന്നത്. ആരുമില്ലാത്ത അവസ്ഥകളിൽ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആ നിമിഷങ്ങളിൽ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ആശങ്കകൾ, ജീവിതത്തിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ, എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിലും ദൈവം നമ്മെ ഉടമ്പടിയിൽ പിടിച്ചു നിർത്തുകയാണ്. നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ഈശോയിലേക്ക് നമ്മെ കരം പിടിച്ച് കൊണ്ടുപോകുന്ന ആ അമ്മയാണ്. ഉടമ്പടി വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സംരക്ഷണയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ദൈവത്തിൻ്റെ കൃപയും അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണ് ജൂലി റെജിയും മകൾ റിഗായും നമ്മളോട് ഷെയർ ചെയ്തത്. ആദ്യമായി ഒരു കൃപാസന പത്രം ലഭിക്കുകയും ആ പത്രത്തിൽ കൂടെ കൃപാസനം അമ്മയെപ്പറ്റി അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മകൾ ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് ക്യാൻഡ് പ്രെയർ റിക്വസ്റ്റ് ഇടുകയും UK പഠിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് UK പോകാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സ്വപ്നം മാത്രമായിരുന്നു, കാരണം അവിടം വരെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. എങ്കിലും അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. അങ്ങനെ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് മകൾ റിഗായ്ക്ക് UK പോയി MSc ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ആവുകയും അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയ പാടെ തന്നെ ആ മകൾക്ക് അവിടെ തന്നെ ഒരു ഇക്കായിൽ കൂടിയാണ് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയത്. അവിടെ ഇക്ക എന്ന വ്യക്തിയിൽ പരിശുദ്ധാമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾ കാണുന്നത്. പഠിച്ചിറങ്ങുകയും പെട്ടെന്ന് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. പഠിച്ച് ഇറങ്ങിയ ഉടനെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാൻ സാധ്യത ഒരുക്കി കൊടുത്തത് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് ഐക്യയിൽ കൂടെ മനസ്സിലാക്കിയെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് അവർ തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജർ തന്നെയാണ് ഈ മക്കളെ വിളിക്കുകയും പിന്നെ കാരണം എന്താ വെച്ചാൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി വിസയുടെ കാര്യം
വിസ തീരാറായി. അപ്പം ആ സമയ ചുരുക്കത്തിൻ്റെ അവിടെയും മാനേജറിൻ്റെ രൂപത്തിൽ അമ്മ വീണ്ടും ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ മക്കളെ വിളിക്കുകയാണ്. മക്കളെ, ഞാൻ നിങ്ങൾക്കായി എന്താണ് ചെയ്യേണ്ടതെന്ന് മാനേജറിൻ്റെ ഭാഗത്തു നിന്നും UK മാനേജറിൻ്റെ ഭാഗത്തു നിന്നും ഈ മക്കളോട് ഇങ്ങോട്ട് ചോദിക്കണമെങ്കിൽ അവിടെയും പരിശുദ്ധ അമ്മ തന്നെയുടെ ഒരു ഇടപെടലാണ് ഈ മക്കൾക്ക് സാന്നിധ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അവർ തന്നെയാണ് എല്ലാ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാ പേപ്പർ വർക്ക് പ്രൊസീഡിങ്സും വിസ എല്ലാം റെഡിയാക്കിയത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആ മാനേജർ തന്നെയാണ്. ആ മാനേജറിന് ട്രാൻസ്ഫർ ആവുകയാണ്. പക്ഷേങ്കിൽ എല്ലാ കാര്യവും ഇവർക്ക് വേണ്ടി ചെയ്തിട്ടാണ് മാനേജർ ആ കാര്യവും ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ആ മാനേജറിൻ്റെ സ്ഥലം മാറ്റം കിട്ടിയത്. ഇവിടെയും അമ്മയുടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ പാർട്ട് ടൈം ജോബിൽ നിന്ന് ഇവരെ ഫുൾ ടൈം ജോബിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണ്. ആ കിട്ടുന്നോടം വരെ ആ മാനേജറിനെ അവിടെ വെക്കുകയും ആ മാനേജർ ആ രൂപത്തിൽ വരെങ്കിൽ അത് അമ്മയുടെ കൃപാസനം അമ്മ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് സാക്ഷ്യം പൂർത്തിയാക്കുന്നത് അമ്മ പറയുന്നതും ഇതുതന്നെയാണ്. അമ്മ ജൂലി പറയുന്നത് ഇതുതന്നെയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാലാണ് ഇവർ തന്നെ, ഈ മോൾക്ക് തന്നെയല്ല, മോളുടെ കൂട്ടുകാരി റിഗയുടെ കൂട്ടുകാരിക്കും ഒരുമിച്ച് തന്നെയാണ് അവിടെ ആ ജോലി ഫുൾ ടൈം ജോബായിട്ട് മാതാവിൻ്റെ മാസം തന്നെ ഒക്ടോബർ 6-ാം തീയതിയാണ് ഇവർ ജോയിൻ ചെയ്തത്. അതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണെന്ന്, അമ്മയുടെ ഒരു വലിയ കൃപയാലാണ്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഈ ജോലി കിട്ടിയതെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിക്കാം, നമ്മുടെ മുൻപിലും പിൻപിലും നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുണ്ടെന്നും അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതെന്ന് നമുക്കും വിശ്വസിക്കാം. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയും അമ്മയും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജൂലി റെജിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ